വീണ്ടും പഴയ പെട്ടി. ഇവർ തെലുങ്ക് ടീംസ് വീണ്ടും പഴയ പെട്ടി തുറന്നിരിക്കുകയാണ്. അതായത് പഴയ കാലത്തെ കഥകൾ കാണിക്കുക. അവിടെ നായകൻ മറ്റേ കെ ജി എഫിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന വില്ലൻ, അയാളുടെ താഴെ അടിമകളെ പോലെ പണിയെടുക്കുന്ന കുറേ തൊഴിലാളികൾ, അതിൻ്റെ ഇടയിൽ തന്നെ നായകനും പാവപ്പെട്ടവൻ, പക്ഷേ അയാൾ ഇത്തിരി വ്യത്യസ്തനാണ്. അപ്പോൾ പിന്നെ പുള്ളി ഈ നാട്ടുകാരെ രക്ഷിക്കാനും ഇതിനും വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും പരിപാടികളൊക്കെ തന്നെയാണ് ഈ സിനിമ. അതാണ് ഞാൻ പറഞ്ഞ പഴയ പെട്ടിയെന്ന്. വീണ്ടും ആ പെട്ടി തന്നെ തുറന്നിരിക്കുകയാണ്. കുറേ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഇവർക്ക് നിർത്താറായില്ലെന്ന് തോന്നുന്നു. കാരണം ഈ കെ ജി എഫ് ലെവലിലുള്ള പരിപാടികളും അവരെ ഉപദ്രവിക്കലും മറ്റേ ശമ്പളം കൊടുക്കാതിരിക്കലും ആളുകളെ വേർതിരിച്ച് കാണിക്കലും അങ്ങനത്തെ സ്റ്റൈല് പിടിച്ചു പോകുന്ന ഒരു വളരെ വളരെ നോർമലായിട്ടുള്ള ഒരു 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 കഥ പറച്ചിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് പരിപാടികളൊക്കെ കാണിച്ചത് മാത്രമാണ് സിനിമയിൽ കുറച്ച് ഭേദമായിട്ട് വന്നിട്ടുള്ളത്. ഗുച്ചി ബാബു സന എന്ന് പറഞ്ഞ ആളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനൊരു നാഷണൽ അവാർഡൊക്കെ ഉണ്ട്. ബെസ്റ്റ് തെലുങ്ക് ഫീച്ചർ ഫിലിമിനൊക്കെ ഉള്ള നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ആ പുള്ളി അതും എനിക്കൊന്നൊരു പഴയകാലം കാണിച്ചിരുന്ന സിനിമയാണെന്ന് തോന്നുന്നു. ഇതും അതേപോലെ തന്നെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ മിക്സ് ചെയ്ത് കാണിക്കുന്ന ടൈപ്പിലാണ് കഥ പറഞ്ഞു പോകുന്നത്. രാം ചരണിനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, പാവപ്പെട്ടവൻ്റെ കാര്യമൊക്കെ കഷ്ടമാണ്. കാര്യം എല്ലാ സിനിമയിലും ഇതേപോലെ കിടന്ന് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ബഹളം വെച്ച് ഇടി വെച്ച് ഡാൻസ് കളിച്ച് പുള്ളി കിടന്ന് എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം കാണിച്ച് സാധനം സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ കയ്യിൽ നിന്ന് പോകും. കാര്യം അഭിനയിക്കാൻ അറിയാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സെൻറ്റിമെൻ്റൽ സീനൊക്കെ വരുമ്പോഴത്തേക്കുണ്ട് ടോട്ടലി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകും. ഈ ആക്ഷൻ സീൻസും ഡാൻസ് സീൻസും ഒക്കെ പുള്ളി ഹൈ സ്കോർ ചെയ്തിട്ട് ഇതേപോലത്തെ ഇമോഷണൽ പരിപാടികളിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളി കയ്യിൽ നിന്ന് പോകും. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് അവസാന സമയത്തൊക്കെ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാര്യം അതിനു വേണ്ടി പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമയ്ക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 300 കോടി രൂപയ്ക്ക് മുകളിൽ എന്തോ ബഡ്ജറ്റുണ്ട് സിനിമയ്ക്ക്. ഈ സിനിമയ്ക്ക് തന്നെ 300-350 കോടി എന്തോ ബഡ്ജറ്റുണ്ട്. നായികയുടെ കാര്യം പറഞ്ഞാൽ ജാൻവി കപൂറിൻ്റെ കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. നായിക വരുന്നു, നായിക ഒരു ഹാഫ് സാരി കൊടുത്തു വരുന്നു. നായിക വന്ന ഹാഫ് സാരിയുടെ മറ്റേ ഷോളൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞ് പിന്നെ പുള്ളിക്കാരുടെ കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബോളോ. അപ്പോൾ നമ്മൾക്കും ഇവർക്ക് എന്തോ ഈ സിനിമയിൽ എന്തോ ചെയ്യാനുണ്ടെന്ന്. ആദ്യ പകുതി, അതായത് ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് വരെയൊക്കെ ഇതേപോലെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നു. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അവിടെ കുറച്ച് സീൻ കാണിക്കുന്നു, കുറച്ച് പാട്ട് പരിപാടികൾ വേളങ്ങൾ കാണിക്കുന്നു, നായകൻ നായികയായിട്ട് ബന്ധിപ്പിക്കുന്നു. അതിനുശേഷം നായികയില്ല സിനിമയിൽ നിന്ന് പോയി. അപ്പോൾ പറഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തി ഇന്റർവൽ ആയപ്പോഴത്തേക്കും നമ്മൾ ഓർത്തിട്ട് നായിക ഇവിടെ പോയി. ഇന്റർവൽ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി വന്നിരിക്കുന്നു നായകൻ്റെ അടുത്തോട്ട്. വരുന്നു, 2 ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, പോകുന്നു. പിന്നെ ക്ലൈമാക്സിൽ വരുന്നു, ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, ബേളം വെക്കുന്നു, നായികയുടെ റോൾ അവിടെ വെച്ച് തീർന്നു. മൊത്തത്തിൽ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മോശം സിനിമ അനുഭവമായിട്ടാണ് തോന്നിയത്. അതായത് അവസാന ഭാഗത്ത് വന്ന് കുറച്ചൊരു സ്പോർട്സ് റിലേറ്റഡ് പരിപാടികളിലുള്ള ഒരു ഒരു കുറച്ച് സീൻസ് ഉണ്ട്. അത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഫീല് കിട്ടിയിട്ടുള്ളതല്ലാതെ സിനിമയിൽ നിന്ന് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പഴയ പെട്ടി തുറന്ന് പഴയ കഥകൾ എടുത്ത് പീരിയാഡിക്കാണ് പഴയ കാലങ്ങൾ കാണിച്ച് പ്രസൻ്റൊക്കെ കാണിച്ച് 3 മണിക്കൂർ 10 മിനിറ്റ് തിയേറ്ററിലിരുത്തി കൊന്നു.